പണ്ട് അനിത ചേച്ചിയുടെ കടയിൽ പോയിട്ട് ചിത്രം വരച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരുന്നു. അതുപോലെ ഒരു ചായക്കടയാണിത്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഞാൻ താമസിക്കുന്ന അടുത്താണ്. സൈക്കിളായിട്ട് ചായ കുടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ബുക്കും പേപ്പറും പെന്നും എല്ലാം കയ്യിൽ കരുതുന്നതുകൊണ്ട് തന്നെ വരയ്ക്കാൻ പറ്റും. നിങ്ങൾക്കും ഇതുപോലെ വരയ്ക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ വരയ്ക്കാം. പുറത്ത് പോയി വരയ്ക്കണം നിർബന്ധമില്ല. നമ്മളെ വീട്ടിലുള്ള വാഴയും ചെടികളും അടുക്കളയിലുള്ള പാത്രങ്ങളും എല്ലാം ഇതുപോലെ നോക്കി വരയ്ക്കാം. വരയ്ക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ പെന്നുകൊണ്ട് ഡയറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ പെൻസിലുകൊണ്ട് ബേസിക് സ്കെച്ച് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ വരച്ചു തുടങ്ങാം. നമ്മൾ ഏത് രീതിയിലാണെങ്കിൽ നമ്മുടെ കൈയും മനസ്സും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മൾ കുറേ ദിവസം വരയ്ക്കാതിരുന്നപ്പോൾ നമ്മുടെ കൈയൊക്കെ വഴക്കം മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ തിരിച്ചു പിടിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പെയിൻറ്റ് ചെയ്യാനോ വരയ്ക്കാനോ ഈവൻ ഒന്ന് ഇമാജിൻ ചെയ്യാൻ പോലും, ഒരു ചിത്രം നമ്മളൊന്ന് ആലോചിക്കണമെങ്കിൽ പോലും നമുക്ക് ആ ഒരു കൈ വഴക്കം ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് നല്ല പേടി ഉണ്ടാവും. ആ പേടി മാറാൻ കൂടിയാണ് ഇത് ചെയ്യുന്നത്.